അപ്പോൾ നമുക്ക് മോമോസ് ഉണ്ടാക്കാം. അതിനായിട്ട് ആദ്യം ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ട് പിന്നെ എടുത്ത് മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ട് വേവിച്ചെടുത്ത് ചിക്കൻ ഒന്ന് ക്രഷ് ചെയ്ത്, പിന്നെ വേണ്ടത് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞിട്ട്, അതുപോലെ കാബേജ് ഉള്ളിയും ചെറുതായി അരിഞ്ഞിട്ടതും കൂടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് നമുക്ക് ഇതെല്ലാം കൂടി ഒന്നിച്ചിട്ടൊന്ന് പെരക്കിയെടുക്കാം. പിന്നെ ചിക്കനിൻ്റെ അകത്തുനിന്ന് വിട്ട് കിട്ടാൻ കുറച്ച് പാടേനും. സ്പൂണ് വെച്ച് ഇതെല്ലാം കൂടി മിക്സ് ആക്കാൻ നോക്കിയെങ്കിലും നടക്കാത്തത് കൊണ്ട് കൈ കൊണ്ട് തന്നെയാണ് എല്ലാം കൂടി മിക്സ് ആക്കിയത്. ചിക്കൻ വേവിക്കുന്ന സമയത്ത് ഉപ്പിട്ടിനെങ്കിലും നമ്മൾ ഇതിനകത്ത് കുറച്ച് വെജിറ്റബിൾസും കൂടി ആഡ് ചെയ്യുന്നത് കൊണ്ട് എക്സ്ട്രാ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഗരം മസാലയും മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത് മാറ്റി വെച്ചേ. ഇനി നമുക്ക് ഇതിന് വേണ്ട മാവ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനൊരു പാത്രം എടുത്ത് അതിനകത്തേക്ക് മാവ് ഇട്ട് ലേശം ഉപ്പ് ഇട്ട് ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് അതിൻ്റെ ഒന്ന് വെച്ച് ലേശം വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം കുഴച്ചെടുക്കുന്നുണ്ട്. എനിക്ക് മാവിന് കുഴക്കുന്നത് കുറച്ച് ടാസ്കുള്ള പണിയാണ്. കാരണം അത് എത്ര കുഴച്ചാലും ആ ഒരു കറക്റ്റ് പരുവത്തിനല്ല, ശ്രദ്ധയിലാണ്ട് കുഴച്ചിട്ട് എൻ്റെ ഡ്രസ്സ് മുഴുവൻ. പിന്നെ അതിൻ്റെ മേലെ കുറച്ച് കളി കളിച്ചെങ്കിലും എങ്ങനെയല്ലോ കുഴച്ച് ഒപ്പിച്ചാടെ വെച്ചിട്ടുണ്ട്. ഇത് അങ്ങനെ നമ്മുടെ മാവ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ചെറിയ ചെറിയ ബൗളാക്കിയിട്ട് നമുക്ക് ഇതുപോലെ പരത്തിയെടുക്കാം. ഇനി അതിനകത്തേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഒരു ഫില്ലിംഗ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അറിയുന്ന ഷേപ്പിൽ ഫില്ലിങ്സ് പുറത്തു പോകാത്ത രീതിയിൽ അതൊന്ന് കവർ ചെയ്തെടുക്കുക. ഞാൻ ഉണ്ടാക്കാൻ വിചാരിച്ച ഷേപ്പും ഉണ്ടായി, വന്ന ഷേപ്പ് രണ്ടാണ്. ഞാൻ എങ്ങനെയല്ലോ ആ ഒരു ഷേപ്പിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചിനി. പിന്നെ എന്തായാലും നമുക്ക് തിന്നാനല്ലേ, പുറത്ത് കൊടുക്കാനൊന്നല്ലല്ലോ എന്നുള്ളൊരു സമാധാനത്തിൽ ഞാൻ ഇതാക്കാൻ വേണ്ടിയിട്ട് ഇഡലി പാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇഡലി പാത്രത്തിൻ്റെ അകത്ത് അടിയിൽ വെള്ളം ഒഴിച്ച് അതിൻ്റെ മുകളിൽ ആ ഒരു തട്ട് വെച്ച് അതിൻ്റെ അകത്തേക്കാണ് ഞാൻ ഇതെടുത്ത് വെച്ചിട്ടുള്ളത്. കുറച്ച് ആദ്യം കാണിക്കാൻ വേണ്ടി കുറച്ച് മാത്രമേ ഞാൻ ആക്കിയിട്ടുണ്ടായിട്ടുള്ളൂ. ഇതങ്ങനെ നമ്മുടെ മോമോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മോമോസ് ഫസ്റ്റ് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ദച്ചുടനാണ്. ദച്ചുടൻ കഴിച്ചിട്ട് പറയും അതെങ്ങനെയാണ്, അടുപ്പത്തുനിന്ന് എടുത്ത് കൊടുത്തതാണ്, അതുകൊണ്ട് നല്ല ചൂടുണ്ട്. പിന്നെ ഞാൻ എന്തുണ്ടാക്കി കൊടുത്താലും സൂപ്പറാന്നേ പറയും. പക്ഷെ അങ്ങനെ നല്ല നമ്മുടെ മോമോസ് അടിപൊളി. പക്ഷെ അതിൻ്റെ ചട്നി കൂടി കഴിക്കുമ്പോൾ അതിൽ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പക്ഷേ അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അപ്പോൾ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.